ഭാഗവതം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ അത്യാവശ്യമൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, അത്യാവശ്യം പ്രവർത്തിക്കാൻ തുടങ്ങി, അങ്ങനെ സമൂഹജീവിയായിട്ട് പരിണമിച്ച ഒരു കാലഘട്ടം മുതൽക്ക് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു പ്രധാന ചോദ്യമാണ്, ശരിക്കും ഇപ്പം എന്തിനാണ് മനുഷ്യ ജീവിതം? മനുഷ്യൻ എന്തിനാണ് ജനിച്ചത്? അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അങ്ങനെ ഒരു ചോദ്യം എല്ലാ കാലത്തുണ്ട്. എന്തിനാണ് ഞാൻ ജനിച്ചത്? ഇത് പലരും പല രീതിയിൽ ആദ്യകാലത്തൊക്കെ തിന്നണം, ഇണചേരണം എന്നുള്ളതിനപ്പുറത്ത് പ്രാകൃതമായ മനുഷ്യന് വേറെ ചിന്തയൊന്നും ഇല്ലാത്ത എടുത്തുനിന്ന് പുരോഗമിച്ച് വരുന്തോറും മനുഷ്യൻ പല ചിന്തകളാണ്. അങ്ങനെ എന്തിനു വേണ്ടി ജീവിക്കണം എന്ന ചോദ്യം ആരംഭിച്ചപ്പോഴാണ് ആ ചോദ്യം കുറച്ചും കൂടി പരിഷ്കരിക്കപ്പെട്ടു. പിന്നീട് ഞാൻ ആരാണ്, എന്തിനു വേണ്ടി ജീവിക്കണം എന്ന ചോദ്യമാണ് പിന്നെ ഞാൻ ആരാണ് എന്ന ചോദ്യമായിട്ട് വന്നു. ഈ രണ്ട് അടിസ്ഥാന ചോദ്യങ്ങൾ ഇന്നും നമ്മളുടെ ഉള്ളിലുള്ളതാണ്. ഒരു തിരിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന കാലത്ത് കുട്ടികളൊക്കെ നമ്മളോടൊക്കെ മുതിർന്നവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ ആരാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി. നമ്മൾ കുട്ടികളോട് അങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യമാണ്, വലുതായിട്ട് ആരാവാനാണ് ആഗ്രഹം. ഇതൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ചോദ്യം ഒന്നാണ്, ഞാൻ ആരാണ്, എന്തിനു വേണ്ടി ജീവിക്കണം. ഇത് ലോകത്തുള്ള എല്ലായിടത്തും തത്വചിന്തകന്മാരായ ആളുകളൊക്കെ ഈ ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിക്കുകയും ഓരോ സ്ഥലത്ത് അവരവർ ജീവിക്കുന്ന സാഹചര്യത്തിനും അവരവരുടെ ലോക വിവരങ്ങൾക്കും അറിവിനും അനുസരിച്ചിട്ട് ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ഓരോ ആൾക്കാർ ഓരോ ഉത്തരങ്ങളാണ് കണ്ടുപിടിച്ചത്. നമ്മുടെ പ്രധാനപ്പെട്ട ഇസങ്ങളും ശാസ്ത്രങ്ങളും നമ്മുടെ പല എന്താ പറയുക കൾട്ടുകളും ഒക്കെ ഉണ്ടായി വരുന്നത് ഈ രണ്ട് ചോദ്യങ്ങളിലാണ് അടിസ്ഥാനമായിട്ട്. ഞാൻ ആരാണ്, എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഈ ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ച് പല ഉത്തരങ്ങളിലേക്ക് എത്തിച്ചു. ചിലർ പറഞ്ഞു, ജീവിതം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, നമ്മളേതായാലും ജനിച്ചു, മരിക്കണവരെ ജീവിക്കണം, അപ്പോഴുള്ള സമയം ഭക്ഷണം കഴിക്കുക, നല്ല പാട്ട് കേൾക്കുക, കഥ പറയുക, കല, സാഹിത്യം, സംഗീതം ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ച് മരിക്കുന്നത് വരെ ജീവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഒരു കൂട്ടരുടെ സങ്കല്പം ഉണ്ടായത്. വേറൊരു കൂട്ടർ പറഞ്ഞത് പോരാട്ടമാണ് ജീവിതം. ആരോടാണ് പോരാടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ആകെ കുഴപ്പമുണ്ടാവില്ല. എൻ്റെ ഈ കുട്ടികളുടെ കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഒരു കഥാപാത്രം നിഴലിനോട് യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു കഥാപാത്രം ഉണ്ട്. അതുപോലെ എന്തിനാണപ്പോൾ യുദ്ധം ചെയ്യണമെന്ന് വെച്ചാൽ ഉത്തരവൊന്നുമില്ലെങ്കിലും പോരാടിക്കൊണ്ടേ ഇരിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. എന്നിട്ട് യുദ്ധം ചെയ്യാൻ ശത്രു ഇല്ലെങ്കിൽ ഒരു ശത്രുവിനെ സങ്കല്പിച്ചുണ്ടാക്കിയിട്ട് അതിനോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും.